നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം നമ്മുടെ WCPയുടെ റാങ്ക് ലിസ്റ്റ് നമുക്കറിയാം റദ്ദായിട്ടുണ്ട്. ഒരുപാട് ദിവസം നമ്മുടെ അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ എന്ത് ചെയ്തു, ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇരുന്നും കിടന്നും അതുപോലെ മുട്ടിലിഴഞ്ഞും ഉപ്പിൽ നിന്നും ഒക്കെ സമരം ചെയ്തിട്ടും അതിൽ നിന്ന് ആകെ നിയമനം പോയിട്ടുണ്ടായിരുന്നു 3 പേർക്കാണ്. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ PSCയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന എന്നിട്ടും പറയുന്നുണ്ട് കേരള PSC എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന PSC ആണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ LGSന്റെ സാധ്യതാ ലിസ്റ്റിൽ എന്താണ് ആളെ കൂട്ടി എന്ന് പറയുന്നുണ്ട്. 5 ജില്ലകൾ, 5 ജില്ലകളുടെ മുൻ ലിസ്റ്റിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 3 ജില്ലകളിൽ കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് സാധ്യതാ ലിസ്റ്റ് മാത്രമാണ്. സാധ്യതാ ലിസ്റ്റ് കണ്ടിട്ടൊന്നും നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കാര്യം എന്താണ്, നമ്മുടെ നിയമനം പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ അല്ലെ. അപ്പോ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താണ് നിലവിലത്തെ നമ്മുടെ ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡിന്റെ നിയമന നില എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ നിയമന നില എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്തവണ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിലേക്ക് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയാണ് ഇതിനകത്ത് പറയുന്നത്. ബ്രാക്കറ്റിൽ കിടക്കുന്നവർ മുൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് കേട്ടോ. പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 65.33, കഴിഞ്ഞ വർഷം 69 എന്ന് പറയുന്നുണ്ട്. ഈ വർഷം നമ്മുടെ എറണാകുളം ജില്ലയുടേതാണെങ്കിൽ 68.33, കഴിഞ്ഞ വർഷം 66 നമ്മുടെ പാലക്കാട് ജില്ലയാണെങ്കിൽ 73.78, കഴിഞ്ഞ വർഷം 69 അതുപോലെ തന്നെ മലപ്പുറത്താണെങ്കിൽ ഇത്തവണ അത് എത്രയാണ്, 61, കഴിഞ്ഞ തവണ 71. കോഴിക്കോട് ജില്ലയാണെങ്കിൽ 73, കഴിഞ്ഞ തവണ അത് 72. വയനാട് ജില്ല ഇത്തവണ 68, കഴിഞ്ഞ തവണ 67. കണ്ണൂർ ജില്ലയാണെങ്കിൽ ഇത്തവണ 59, കഴിഞ്ഞ തവണ 72. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയാണെങ്കിൽ 68, കഴിഞ്ഞ തവണ അത് 66 കേട്ടോ. ഇതില് സാധ്യതാ ലിസ്റ്റില് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിന്റെ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഇതാണ് പറയുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതൊക്കെ മുൻ ലിസ്റ്റിൽ വന്നവരാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയാണ് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം വന്നിട്ടുണ്ട്, എറണാകുളം വന്നിട്ടുണ്ട്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂര്, കാസർഗോഡാണ് നമ്മുടെ LGSന്റെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ KSEBയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറിലേക്കുള്ള 19 ഒഴിവുകളിലേക്ക് 19 ഒഴിവുകൾ ബാക്കി നിൽക്കുക റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് ഈ ഒഴിവുകൾ ബാക്കി നിൽക്കുക രീതിയിൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ അവസാനിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വിഷമം തരുന്ന ഒരു കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഫാം അസിസ്റ്റന്റ് ഉൾപ്പെടെ ഫാം അസിസ്റ്റന്റിന്റെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റില് 923 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റ് വെട്ടി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. മുൻ റാങ്ക് ലിസ്റ്റില് 6647 പേരാണ് ഉണ്ടായിരുന്നത്. പുതിയ ലിസ്റ്റിൽ 3115 പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം ആൾക്കാരൊന്നും വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഒരു ലിസ്റ്റിലും. ഇപ്പൊ ഏതൊരു കാര്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പൊ നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 200 റാങ്കിനകത്ത് വരണം. അതിപ്പോ ഏത് പരീക്ഷ ആയിക്കോട്ടെ. ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ കുറച്ചും കൂടിയൊക്കെ ഇപ്പൊ നിലവിൽ പറയുന്ന LDC ആയാലും LGS ആയാലും ഏതായാലും നമുക്ക് നിയമനത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റണമെങ്കിൽ ആദ്യത്തെ ഈ പറയുന്ന 200 റാങ്കിനകത്ത് വന്നിരിക്കണം. പോലീസ് കോൺസ്റ്റബിളിലേക്ക് 330 ഒഴിവുകൾ കൂടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ 15 റദ്ദായെന്നും പറയുന്നുണ്ട്. ഇതുവരെ 2216 നിയമന ശുപാർശകളാണ് പോയിട്ടുള്ളത്. ഓക്കെ. ഇത് നമ്മുടെ ഇന്നത്തെ മനോരമ പത്രത്തിനകത്ത് വന്നൊരു വാർത്തയാണ്. അതുകൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അനധികൃത നിയമനങ്ങൾക്കെതിരെ ഭരണപരിഷ്കരണ വകുപ്പ് എന്ന് പറയുന്നുണ്ട്. പിൻവാതിൽ പൂട്ടണമെന്ന് പറയുന്നുണ്ട്. താൽക്കാലിക നിയമനങ്ങൾ പരിശോധിച്ച് നിയമവിരുദ്ധമായിട്ടുള്ള എന്ത് ചെയ്യണം, നിയമനങ്ങൾ റദ്ദാക്കണമെന്നുകൂടി പറയുന്നുണ്ട്. ഒഴിവുകൾ 10,000, നിയമനം വെറും 323 പേർക്ക് മാത്രം അല്ലെ. അപ്പൊ ഈ രീതിയിലാണ് നിയമനം നടക്കുന്നത്. 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2021 മെയ് 20 മുതൽ 2024 മെയ് 30 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പില് 323 നിയമനങ്ങൾ മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തിയിട്ടുണ്ടായിരുന്നത്. അധ്യാപക തസ്തികയിൽ ഉൾപ്പെടെ 10,000 കണക്കിന് താൽക്കാലിക ഒഴിവ് ഓരോ വർഷവും ഉണ്ടാകുമ്പോഴാണിത്. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിട്ട് 10,000-ത്തിലധികം ഒഴിവുകളുണ്ടെങ്കിലും നിയമനം വെറും 2783 മാത്രം എന്ന് പറയുന്നുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടന്ന നിയമനങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. KSRTCയിൽ 2 എണ്ണമാണ് നടന്നത്. ആരോഗ്യ വകുപ്പിലേക്ക് 6972, വാട്ടർ അതോറിറ്റിയിലേക്ക് 2037, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് 1102, പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് 323, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്ക് 670,
അതുപോലെ തന്നെ തദ്ദേശീയ സ്വയംഭരണ വകുപ്പിലേക്ക് 2783, വനം വകുപ്പിലേക്ക് 180, സഹകരണ ബാങ്കുകളിലേക്ക് 177. ഈ പറയുന്നത് ഒരു വർഷത്തെ കേസല്ല, 2021 മുതൽ 2024 വരെയുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. പോട്ടെ. അടുത്ത കൊച്ചിൻ ദേവസ്വം LDCയിലേക്ക് 112 നിയമന ശുപാർശകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ 8 ജില്ലയിലേക്കുള്ള നിയമന ശുപാർശ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തിരുവനന്തപുരത്തിലേക്ക് 63 നിയമനം കൂടി, വനിതാ പോലീസിലേക്ക് 45 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് 36 നിയമനങ്ങൾ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റിലേക്ക് 18 നിയമനം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ ഓഫീസർ 1ാം ഘട്ടത്തിൽ 175 പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ പുതിയ തസ്തികകൾ നിലവിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ PSC ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകളുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിബ്കോ LDCയുടെ നിയമന സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ PSC അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് ബിബ്കോ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, LDC ഇടുക്കി, LDC കോഴിക്കോട്, LD ടൈപ്പിസ്റ്റ് കോട്ടയം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെയൊക്കെ അഡ്വൈസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. UPSC കണ്ണൂർ നിലവിൽ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിലവിലെ പറയാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഇടുക. ഏത് ബാച്ചാണ് ആവശ്യം, സബ് ഇൻസ്പെക്ടറും ഡ്രൈവർ ബാച്ചുകൾ, പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.